ശിവഗീത 3-ാം അധ്യായത്തിലെ വിരജാദീക്ഷാ നിരൂപണത്തിൽ സൂതമഹാമുനി ശ്രീരാമചന്ദ്രനോട് പറയുന്ന ആ വാക്കുകളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ദ്രജിന്നം പുത്രോ യസ്ത്യസ്തി വരോത്ഥതഃ തസ്യാഗ്രേ സംഗ്രേ ദേവ ബഹുവരം പാലയിതഃ. ഇന്ദ്രജിത്ത് എന്ന ഒരു മകൻ രാവണനുണ്ട്. അയാൾ ഭഗവാനിൽ നിന്ന് ഒരുപാട് ശ്രേഷ്ഠ വരങ്ങൾ കൈക്കലാക്കിയ ആളാണ്. അങ്ങനെയുള്ള ഇന്ദ്രജിത്ത് രാവണൻ്റെ മകനായി രാവണനെ സഹായിച്ചുകൊണ്ട് നിലകൊള്ളുമ്പോൾ അയാളെ തോൽപ്പിക്കുക എന്നുള്ളത് വളരെ പ്രയാസമേറിയ കാര്യമാണ്. ദേവന്മാർ പോലും ഇന്ദ്രജിത്തിനോട് പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. പലപാട് ഇന്ദ്രജിത്ത് ദേവന്മാരെ തോൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഇന്ദ്രജിത്ത് ഉള്ള രാവണ സൈന്യത്തെ എങ്ങനെയാണ് അങ്ങക്ക് ഒറ്റയ്ക്ക് പരാജയപ്പെടുത്താൻ കഴിയുക എന്നാണ് ഇവിടെ അഗസ്ത്യ മഹാമുനി ചോദിക്കുന്നത്. പിന്നെ അടുത്ത ശ്ലോകം നോക്കൂ. കുംഭകർണ ഹ്രയോ പ്രാത യസ്യാസ്തി സുരസുദന അന്യോ ദിവ്യാസ്ത സംയുക്ത ശ്രീരജ ഭീഷണ. ഇനി അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് കുംഭകർണൻ എന്നൊരു സഹോദരൻ അദ്ദേഹത്തിനുണ്ട്. പിന്നെ വിഭീഷണൻ എന്ന മറ്റൊരു സഹോദരനുമുണ്ട്. അങ്ങനെ അനേകം ദിവ്യാസ്ത്രങ്ങൾ കൈക്കലുള്ള കുംഭകർണനെയും വിഭീഷണനെയും അങ്ങയ്ക്ക് തോൽപ്പിക്കുക എന്നുള്ളത് വളരെ പ്രയാസമേറിയ കാര്യമാണ്. അപ്പോൾ രാവണൻ്റെ സൈന്യത്തെക്കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഇന്ദ്രജിത്ത് എന്ന മകനുണ്ട്. പിന്നെ അതേപോലെ കുംഭകർണനും വിഭീഷണനും എന്നു പേരുള്ള 2 സഹോദരന്മാരുണ്ട്. ഇവരെല്ലാം വില്ലാളി വീരന്മാരാണ്. അനേകം മഹാ അസ്ത്രങ്ങൾ സ്വായത്തമാക്കിയവരുമാണ്. അവരോട് ഒറ്റയ്ക്ക് യുദ്ധം ചെയ്ത് വിജയിക്കുക എന്നുള്ളത് അല്ലയോ രാമചന്ദ്ര അങ്ങയ്ക്ക് പ്രയാസമാണ് എന്ന് പറയുകയാണ്. ദുർഗായസസ്യം ലങ്കാഖ്യം ദുർജേയം ദേവതൻ വൈ ചതുരംഗബലം യസ്യ വർത്തേ കോടിസംഖ്യ. ഇവിടെ ലങ്ക എന്ന് പറയുന്ന ആ രാജ്യം ഭരിക്കുന്ന രാവണൻ ഭയങ്കര ശക്തിയുള്ളവനാണ്. അയാളെ തോൽപ്പിക്കാൻ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയില്ല. ദേവന്മാർക്കും ദേവതകൾക്കും ഒന്നും തന്നെ ആ രാക്ഷസനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ മാത്രമല്ല രാവണന് ഒരുപാട് കോടിക്കണക്കിന് സൈന്യങ്ങളുണ്ട്. അങ്ങനെ കോടിക്കണക്കിന് സൈന്യങ്ങളുള്ള ആ രാജാവിനെ എങ്ങനെയാണ് ഏകാഗിയായി അല്ലയോ രാമ അങ്ങയ്ക്ക് പരാജയപ്പെടുത്താൻ കഴിയുക? അപ്പോൾ രാവണനെയും രാവണൻ്റെ സൈന്യത്തെയും ഇവിടെ സൂതമഹാമുനി വിവരിച്ചു കൊടുക്കുകയാണ്. അങ്ങ് വിചാരിക്കുന്ന പോലെ നിസാരക്കാരനല്ല സീതയെ മോഷ്ടിച്ചു കൊണ്ടുപോയിരിക്കുന്നത്. വില്ലാളി വീരനായ ദേവന്മാരെ പോലും പരാജയപ്പെടുത്തിയ 3 ലോകങ്ങളെയും കീഴടക്കി ഭരിക്കുന്ന രാജാധിരാജനാണ് ലങ്കയുടെ അധിപനായ രാവണൻ. മാത്രമല്ല അദ്ദേഹത്തിന് ഇന്ദ്രജിത്ത് എന്നൊരു മകനുണ്ട്. പിന്നെ വിഭീഷണൻ, കുംഭകർണൻ തുടങ്ങിയ സഹോദരന്മാരുണ്ട്. ഇങ്ങനെയുള്ള ആ മഹാകോടിക്കണക്കിന് സൈന്യങ്ങളുള്ള ആ രാവണ സൈന്യത്തെ അങ്ങക്ക് ഒറ്റയ്ക്ക് എങ്ങനെ പരാജയപ്പെടുത്താൻ കഴിയുമെന്നാണ് ഇവിടെ സൂതമുനി ശ്രീരാമനോട് ചോദിക്കുന്നത്. അപ്പോൾ ശ്രീരാമൻ സത്യത്തിൽ മോഹാന്ധനായി ദുഃഖിതനായി കഴിയുന്ന രാമൻ കൂടുതൽ ആലോചിച്ചിരുന്നില്ല.
രാവണൻ്റെ ശക്തിയെക്കുറിച്ചിട്ട് അദ്ദേഹം കൂടുതലൊന്നും ചിന്തിച്ചിരുന്നില്ല. ലങ്കയിൽ ചെന്ന് വളരെ പെട്ടെന്ന് രാവണനെ പരാജയപ്പെടുത്തി സീതയെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്നാണ് ശ്രീരാമചന്ദ്രൻ ആദ്യം കരുതിയിരുന്നത്. പക്ഷേ ഇപ്പോൾ രാവണൻ്റെ സൈന്യവ്യൂഹത്തിൻ്റെ മഹാശക്തി പ്രവാഹത്തെക്കുറിച്ചിട്ട് ഇവിടെ രാമനെ ആ സത്യം ബോധ്യപ്പെടുത്തുകയാണ്. രാവണൻ ഒരിക്കലും അത്ര നിസ്സാരക്കാരനാണെന്ന് അല്ലയോ രാജാവേ അങ്ങ് കരുതരുത്. കാരണം രാവണൻ കോടിക്കണക്കിന് സൈന്യങ്ങളുള്ള, അതേപോലെ ഇന്ദ്രജിത്ത്, വിഭീഷണൻ, കുംഭകർണൻ തുടങ്ങിയ ആൾക്കാരോട് കൂടിയ കോടിക്കണക്കിന് സൈന്യങ്ങളുള്ള ഒരു വലിയ ശക്തമായ സൈന്യത്തെ പോറ്റി വളർത്തുന്നവനാണ് രാവണൻ. ലങ്കയുടെ അധിപനായ രാവണൻ 3 ലോകങ്ങളെയും ധിക്കരിച്ചുകൊണ്ട് കീഴ്പ്പെടുത്തിക്കൊണ്ട് ഭരണം നടത്തുന്ന ഒരു വലിയ ദുഷ്ടശക്തിയാണ്. ആ മഹാദുഷ്ടശക്തിയെ കീഴ്പ്പെടുത്തണമെങ്കിൽ അതേപോലുള്ള ശക്തി അല്ലയോ രാമ അങ്ങ് സമ്പാദിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഇവിടെ സൂതമഹാമുനി രാമനെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ രാമന്, മോഹാന്ധകാരത്തിൽപ്പെട്ട് കഴിയുന്ന രാമന് രാവണൻ്റെ യഥാർത്ഥ ശക്തി എന്താണെന്ന് വിവരിച്ചു കൊടുക്കുകയാണ് സൂതമഹാമുനി ആദ്യം ചെയ്യുന്നത്. ഇത് നമുക്ക് കൂടിയുള്ള ഉപദേശമാണ്. അതായത് നമ്മുടെ ചുറ്റും, പ്രത്യേകിച്ചും വർത്തമാനകാലത്തിൽ നമ്മുടെ ചുറ്റും അനേകം ദുഷ്ടശക്തികളുടെ കോടി സൈന്യങ്ങളാണ് ചുറ്റും നിൽക്കുന്നത്. ഇതിൽ ഒറ്റയ്ക്ക് നമുക്ക് പടപൊരുതാനാവില്ല. ഏകാഗിയായിട്ട് ഒരാൾക്ക് ഈ യുദ്ധത്തിൽ ജയിക്കാൻ പറ്റില്ല. കൂടെ ആരുണ്ടായിരിക്കണം? സർവ്വസൈന്യാധിപനായ ഒരു മഹാവ്യക്തി ഉണ്ടാകണം. അത് അനേകം കോടി സൈന്യങ്ങളുടെയും അധിപനായ മഹേശ്വരനാണ്, ശിവനാണ്. ആ സദാശിവൻ്റെ അനുഗ്രഹം കൂടാതെ ഒരാൾക്ക് ഈ യുദ്ധഭൂമിയിൽ വിജയിക്കാൻ പ്രയാസമാണ്. അപ്പോൾ വർത്തമാനകാലത്തിലുള്ള എല്ലാ വിഷമതകൾക്കും ദുരിതങ്ങൾക്കും ദുരന്തങ്ങൾക്കുമെല്ലാം ഒരു പ്രതിവിധി ഇവിടെ സൂതമഹാമുനി നമ്മളോട് പറയാതെ പറയുകയാണ്. അതായത് അല്ലയോ മനുഷ്യ, നീ ഒറ്റയ്ക്ക് ഈ യുദ്ധഭൂമിയിൽ വിജയിക്കുക വളരെ പ്രയാസമാണ്. എന്തുകൊണ്ടെന്നാൽ ശത്രു സൈന്യം കോടാനുകോടിയാണ്. അതായത് 100,000 പ്രതിബന്ധങ്ങളും തടസ്സങ്ങളും ദുഷ്ടതകളുമാണ് ചുറ്റും കൂടിയിരിക്കുന്നത്. ഈ വർത്തമാനകാലത്ത് നമുക്കത് അറിയാവുന്നതാണ്. ഓരോ നിമിഷവും അനേകം ദുഷ്ടശക്തികൾ ചുറ്റും കൂടിയിരിക്കുകയാണ്. ഈ ചുറ്റും നിൽക്കുന്ന ഈ ദുഷ്ടസൈന്യങ്ങളെ മുഴുവനും ഒറ്റയ്ക്ക് വിജയിക്കുക ഒരിക്കലും ഒരു സാധാരണ മനുഷ്യന് കഴിയില്ല. ഈശ്വരാനുഗ്രഹമുള്ള ഒരാൾക്ക് മാത്രമേ ഈ കാലഘട്ടത്തിൽ ജീവിതത്തിൽ വിജയം നേടാൻ കഴിയുള്ളൂ. ഭൗതികമാകട്ടെ ആത്മീയമാകട്ടെ നേട്ടങ്ങൾ കൈവരിക്കണമെങ്കിൽ അനേകം ശത്രു സൈന്യങ്ങളെ വിജയിച്ച് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തണം. ഇപ്പോൾ തന്നെ ആധ്യാത്മിക രംഗത്തും ഇതേപോലെ ഒട്ടനവധി തടസ്സങ്ങളുണ്ട്. ഇപ്പോൾ യോഗമാർഗത്തിൽ തന്നെ യോഗ തടസ്സങ്ങൾ ഒരുപാട് വന്നുവിടും. ദേവതകൾ തന്നെ, നമ്മൾ നേരത്തെ കണ്ടതുപോലെ ദേവതകൾ തന്നെ അവരുടെ സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി നമ്മുടെ തപസ്സിനെ മുടക്കും. അങ്ങനെയുള്ള ഒരുപാട് ചരിത്ര കഥകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ദേവതകൾ പോലും നമുക്ക് ശത്രുക്കളായി നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. ഈ അവസ്ഥയിൽ മഹേശ്വരൻ്റെ സഹായമില്ലാതെ, മഹേശ്വരൻ്റെ അനുഗ്രഹമില്ലാതെ, മഹേശ്വരൻ്റെ വരദാനമില്ലാതെ നമുക്ക് ഒരു നിമിഷം പോലും ഈ ജീവിതത്തിൽ മുന്നോട്ട് പോകാനാവില്ല. അതുകൊണ്ട് അല്ലയോ സാധക, അല്ലയോ ശിവഭക്ത, നീ ശിവനെ മുറുകെ പിടിച്ചോളൂ എന്നാണ് പറയുന്നത്. ശിവഭജനത്തിലൂടെയല്ലാതെ, ശിവധ്യാനത്തിലൂടെയല്ലാതെ, ശിവഗീതാശ്രവണത്തിലൂടെയല്ലാതെ നിനക്കൊരിക്കലും ശക്തി സംഭരിക്കാൻ കഴിയില്ല.
ജീവിത വിജയത്തിനുള്ള ശക്തി സംഭരിക്കണമെങ്കിൽ സദാശിവൻ്റെ വരദാനം നിനക്ക് ലഭിക്കണം, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം നിനക്ക് ലഭിക്കണം. എങ്കിൽ മാത്രമേ ഈ യുദ്ധഭൂമിയിൽ നിനക്ക് വിജയിച്ച് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയൂ എന്നാണ് സൂത മഹാമുനി നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഓം ശിവായ നമഃ.